بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم നമ്മളിവിടെ ചർച്ചക്കെടുക്കുന്ന വിഷയം ഷിയാക്കൾ സാധാരണ കേൾക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും ആ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് വലിയൊരു പരിചയം നമുക്ക് കുറവാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചും മുഹറം മാസത്തിൽ മുഹറം 10 ആകുമ്പോൾ അവരുടെ അതിരുവിട്ട ചില പ്രകടനങ്ങളൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ കാണുന്നതും അറിയുന്നതുമാണ്. അതുകൂടെ ആ സന്ദർഭം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സമയത്ത് അവരെ സംബന്ധിച്ച് ചെറുതായി വിവരിക്കുന്നത്. നമുക്കറിയാം, ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ 2 വിഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒന്ന് സുന്നി മുസ്ലിം, മറ്റൊന്ന് ഷിയ മുസ്ലിം. അപ്പൊ നമ്മുടെ നാട്ടിലെ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് അവരെല്ലാം ഈ സുന്നി മുസ്ലിമിൽപ്പെട്ടവരാണ്. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ 2ആയി തരംതിരിക്കുന്നതിൽ സുന്നി മുസ്ലിം കാറ്റഗറിയിലാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗും വേറെ എന്തൊക്കെ വിഭാഗങ്ങളുടെ അവരൊക്കെ. മറുവശത്ത് ഷിയാക്കൾ. നമ്മളിപ്പോ ഇവിടെ ചുരുങ്ങിയ രൂപത്തിൽ എന്താണ് ഈ ഷിയ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം എവിടുന്നാണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅയുമായി സുന്നികളുമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് അവർ വേർതിരിഞ്ഞു നിൽക്കുന്നത്? ഇതിന്റെ ഒരു ലഘു പരിചയം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകൃതമായ ഏക മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ദീൻ എക്കാലത്തും അംബിയാ മുർസലുകൾ പ്രചരിപ്പിക്കുമ്പോഴെല്ലാം അതിശക്തമായ പ്രതിപക്ഷം, ശത്രുക്കൾ ഇസ്ലാമിനുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി വരുമ്പോൾ തുടക്കത്തിൽ തന്നെ സ്വന്തക്കാര് തന്നെ കഠിന ശത്രുക്കളായി മാറി എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ പൊതുവെ ഒരു വിഭാഗത്തെ തകർക്കാൻ അതിന്റെ ആദ്യഘട്ടങ്ങളിൽ ആരും സ്വീകരിച്ചു പോരുന്നത് അക്രമത്തിലൂടെ അവർ ഒതുക്കുക എന്നുള്ളതാണ്. അക്രമത്തിലൂടെ ഒതുക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് വേറെ എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നതിലേക്ക് മാറി ചിന്തിക്കുക. അതിന്റെ ഏറ്റവും നമുക്ക് ചരിത്രത്തിലൊക്കെ ഒരുപാട് കണ്ടുപരിചയമുള്ളതാണ് ആ പ്രസ്ഥാനത്തെ അതിന്റെ അകത്ത് കയറി ദുർബലമാക്കുക എന്നുള്ളത്. ഇതെല്ലായിടത്തും കാണും അല്ലെ? ഇപ്പോ ക്രിസ്തുമതം അത്രയും വഷളായി പോയത് ക്രിസ്ത്യാനികളെ കൊണ്ട് തന്നെയാണ്, പുറത്തു നിന്നല്ല. ഞാനതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മുമ്പ് ഉണർത്തുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുമതത്തെ ദുർബലപ്പെടുത്തിയത്, അതിനെ നശിപ്പിച്ചത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്താബ്ദം 300-കളിലാണ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചത്. ആൾ മജൂസിയായിരുന്നു, റോം ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് അദ്ദേഹമാണ് ഈ ട്രിനിറ്റി, ത്രിയേകത്വം എന്നുള്ളത് കൊണ്ടുവന്നത്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന ആശയക്ക് മുപ്പര കൊണ്ടുവന്നത്. അതുപോലെ ഇന്നും ക്രിസ്ത്യാനികൾ അവരുടെ വലിയ നേതാവായി പരിചയപ്പെടുത്തുന്ന പൗലോസ് മുപ്പരാണ് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് ബൈബിളിനെയൊക്കെ മോശമാക്കി കളഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിനെയും നശിപ്പിക്കാൻ പലരും കണ്ട ഒരു സെക്കൻഡ് അടവാണ് മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാന്നുള്ളത്. ഇത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിലാദ്യമായി ആ നിലക്ക് സംഘടിച്ചത് ഖവാരിജുകളാണ്. തൽക്കാലം ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊരു പ്രധാന വിഭാഗമാണ് ഷിയാക്കൾ. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയാത്തു അലി എന്നാണ്. അലി റളിയല്ലാഹുവിന്റെ ടീം, അലി റളിയല്ലാഹുവിന്റെ പക്ഷക്കാര് എന്നാണ് അതിനർത്ഥം. ഈ ഷിയാക്കൾ കടന്നു വരുന്നത് അതിന്റെ ഹെഡ് അല്ലെ, അതിന്റെ നേതാവ്
അല്ലെങ്കിൽ അതിന്റെ ആശയ സ്രോതസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് അബ്ദുല്ലാഹ് ഇബ്നു സബ ആണ്. അദ്ദേഹം തനിച്ച ജൂതനാണ്. ലോക ചരിത്രം പഠിക്കുമ്പോൾ ജൂതന്മാരെക്കാൾ കുതന്ത്രം മെനയുന്നവർ വേറെ ആരും നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിന്റെ വളർച്ച കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം സിദ്ദീഖ് തങ്ങളുടെ ഭരണം, ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ കാലൊക്കെ ആകുമ്പോഴേക്ക് ഇസ്ലാം പല ഭാഗങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങൾ കടന്ന് ഇസ്ലാമിന്റെ പ്രചരണം നടക്കണം. പല രാജ്യങ്ങളും ഇസ്ലാമിലേക്ക് വരികയാണ്. പേർഷ്യ അടക്കം ഇസ്ലാമിലേക്ക് കടന്നു വരിക. പിന്നീട് ഉസ്മാൻ തങ്ങളുടെ കാലത്തൊക്കെ ഇങ്ങനെ ഇസ്ലാം ഇനി പിടിച്ചു കെട്ടാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ ജൂതന്മാർ തീരുമാനിച്ചെടുത്തൊരു കാര്യമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സബഇനെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളത്. അതിനവരെന്ത് ചെയ്തു? അബ്ദുല്ലാഹി ഇബ്നു സബ ഇസ്ലാം നടിച്ചു, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു. ഉസ്മാൻ തങ്ങളുടെ കാലത്താണ് അബ്ദുല്ലാഹി ഇബ്നു സബ മുസ്ലിമായി അഭിനയിച്ചത്. അന്ന് അദ്ദേഹം യമൻകാരനാണ്. അദ്ദേഹം ഈജിപ്തിൽ പോവുകയും അവിടെ ആദ്യമായി മുസ്ലിമുകൾക്കിടയിൽ ഒരു പുതിയ ചിന്ത കൊടുത്തു. എന്താ ചിന്ത? ഒന്ന്, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത്. അന്ത്യദിനത്തിൽ ഈസാ നബി അലൈഹിസ്സലാം വരികയും ചെയ്യും. എങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിനേക്കാൾ അതിശ്രേഷ്ഠനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യദിനം അവസാന കാലഘട്ടത്തിൽ മടങ്ങി വരും. ഈ ഒരു ആശയമാണ് മൂപ്പർ ആദ്യം കൊടുത്തത്. രണ്ടാമത്തെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യ്, ഏത് നബിമാർക്കും ഒരു വസിയ്യ് ഉണ്ട്. അവർ തൊട്ടടുത്ത ഖിലാഫത്ത് ആരാണ്, ഇസ്ലാമിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ് എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. ഈ രണ്ട് ഫിത്ന ജനങ്ങൾക്കിടയിൽ ആദ്യം ഇട്ട് കൊടുത്തു. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു സബ ചെയ്ത കാര്യം. അങ്ങനെ ചരിത്രത്തിൽ കാണാം, മൂപ്പരെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില സാധുക്കളൊക്കെ അതിൽ പെട്ടുപോയിട്ടുണ്ടാവും. മൂപ്പരെ ഏതായാലും പുറത്താക്കിയിട്ടുണ്ട്. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കാലത്താണ് ഈ മനുഷ്യൻ മക്കയിലേക്ക്, മദീനയിലേക്ക് വരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ സ്വന്തം ആളായി കൂടെ നിൽക്കുന്നു. അങ്ങനെ ഇതേ വാദങ്ങൾ പിന്നെയും അവിടെയും ആവർത്തിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അദ്ദേഹത്തെ അവിടുന്ന് നാട് കടത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും കാര്യങ്ങൾ അങ്ങനെ പോയി. അക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യ് എന്ന്. അത്തരം വാദങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ മൂപ്പർക്ക് കിട്ടിയ നല്ലൊരു അവസരം എന്നുള്ളത്, അതായത് അദ്ദേഹം ചെയ്തത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ ഒരു അതിമനുഷ്യനാക്കി മാറ്റി. സിദ്ദീഖ് തങ്ങളെക്കാളും ഉമർ തങ്ങളെക്കാളും ഉസ്മാൻ തങ്ങളെക്കാളും ഒക്കെ അതിശ്രേഷ്ഠനാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എന്നാണ് അദ്ദേഹം വാദിച്ചത്. പിന്നെ അവിടെ അതിനൊരു നല്ലൊരു അവസരം കിട്ടും, പ്ലാറ്റ്ഫോം കിട്ടുകയും ചെയ്തിരുന്നു. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കാലത്ത് സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ ഭരണപരമായ വിഷയത്തിൽ, രാഷ്ട്രീയപരമായ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഒരു അവസരം കൂടി മുതലെടുത്തുകൊണ്ട് അദ്ദേഹം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പക്ഷക്കാരനായി നിൽക്കുകയും അലി ഇബ്നു അബീ ത്വാലിബ് ഒരു പരിധിക്കപ്പുറത്ത് സാക്ഷാൽ സിദ്ദീഖ് തങ്ങളെക്കാളും ഉമർ തങ്ങളെക്കാൾ വരെയും അതിശ്രേഷ്ഠനാക്കി ചിത്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ അഹ്ലു ബൈത്തിനോടുള്ള അമിതമായ സ്നേഹം സ്വാഭാവികമായിട്ടും മുസ്ലിമുകൾക്കുണ്ടല്ലോ, സ്വഹാബത്തിനുണ്ടല്ലോ. അത് മുതലെടുക്കുകയാണ് ഈ ദുഷ്ടനായ മനുഷ്യൻ ചെയ്തത്. തൽക്കാലം ആ ഒരു സബ്ജക്റ്റ് അവിടെ മാറ്റും. പിന്നീട് ഇവരുടെ ഈ ആശയങ്ങൾ പടർന്ന് പന്തലിച്ചത്, അല്ലെങ്കിൽ അവർ ഒരു സുശക്തമായി മുന്നോട്ട് വന്നത് കർബലയ്ക്ക് ശേഷമാണ്. കർബലയ്ക്ക് ശേഷം അതുവരെയും സ്വാഭാവികമായിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ സ്നേഹിക്കുകയും അലി ഇബ്നു അബീ ത്വാലിബ് കൂടുതൽ പിന്തുണ നൽകുന്നതുമായ ഒരു വിഭാഗം സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ശരി തന്നെ. പക്ഷേ ഇപ്പറഞ്ഞ രൂപത്തിൽ പുതിയ വാദങ്ങൾ സ്വഹാബത്തിനൊരിക്കലും ഉണ്ടായിട്ടില്ല. അത് വേണ്ടതുപോലെ വിജയിച്ചിട്ടുമില്ല. പക്ഷെ അതിന് വൻ വിജയം ലഭിച്ചത് കർബലയ്ക്ക് ശേഷമാണ്. കർബലയ്ക്ക് ശേഷം അലി ഇബ്നു അബീ ത്വാലിബിന്റെ പേര് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന് സ്വന്തം ആളായി അഭിനയിച്ചുകൊണ്ട് പുതിയ ചില വാദങ്ങൾ കൂടെ
ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചിറങ്ങിയ ഒരു വിഭാഗം മുന്നോട്ട് വെച്ചു. അവരുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. ഇതെല്ലായിടത്തും നമ്മൾ കാണാൻ പറ്റും. രാഷ്ട്രീയത്തിനും ഉണ്ടാവും അല്ലെ. പല രാഷ്ട്രീയങ്ങളും തകരുന്നത് ആ രാഷ്ട്രീയത്തിന്റെ അകത്തുള്ള ഭിന്നിപ്പുണ്ടായിരിക്കും. എല്ലാത്തിലും നമുക്കത് കാണാൻ കഴിയും. ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ ഏറ്റവും സിമ്പിളാണ് അതിന്റെ അകത്ത് കയറി അവർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ വരെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ തന്ത്രം എന്തായിരുന്നു? മുസ്ലിമുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മതസ്ഥർക്കിടയിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്ത ഏറ്റവും വലിയ ശ്രമം ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഐക്യം തകർക്കുക. ആ ജനങ്ങൾക്കിടയിൽ ഐക്യം തകർത്താൽ അവിടെ എന്തും നടപ്പിലാക്കാൻ കഴിയും. അവർ ഐക്യത്തിലായിരിക്കെ അവരെ തൊടാൻ എല്ലാവർക്കും കഴിയില്ല. അപ്പൊ ആ ഐക്യം നശിപ്പിക്കുവാൻ, ഐക്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജൂതന്മാർ മെനഞ്ഞ കുതന്ത്രമാണ് അബ്ദുല്ലാഹ് ഇബ്നു സലൂലിലൂടെ തുടങ്ങി വെച്ച പുതിയ ആശയധാര. ഇവരുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട 5 വാദങ്ങൾ, ഒന്ന് ഇമാമത്ത് വാദമാണ്. നമ്മൾ ശരിക്കും നോട്ട് ചെയ്തോളാം. ഒന്ന് ഇമാമത്ത് വാദം, രണ്ടാമത്തത് ഇസ്മത്ത് വാദം, മൂന്നാമത്തത് തഖിയ്യത്ത് വാദം, 4 തഹരീഫുൽ ഖുർആൻ, 5-മത്തത് റുജ്അ. ഇത് യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ വാദം ഇമാമത്ത് വാദമായിരുന്നു. ഇമാമത്ത് വാദം അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മൾ പണ്ടേ കേട്ടതാണ്, ഒരു കളവ് സ്ഥിരപ്പെടുത്തണമെങ്കിൽ 100 കളവ് വേറെ പറയേണ്ടി വരും എന്ന പോലെ ഈ ഇമാമത്ത് വാദം സമർത്ഥിക്കുന്നതിന് വേണ്ടി അവർക്ക് പുതിയ ആഡ് ചെയ്യേണ്ടി വന്ന കുറെ തിയറികളാണ്, കുറെ വാദങ്ങളാണ് ബാക്കിയുള്ളതൊക്കെയും. എന്താണ് ഇമാമത്ത് വാദം? ഇമാമത്ത് വാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുബുവത്ത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തെരഞ്ഞെടുക്കുന്ന പ്രത്യേകക്കാർക്ക് നൽകുന്ന വലിയൊരു മഹത്വമാണ് നുബുവത്ത്, റിസാലത്തൊക്കെ. എന്ന പോലെ ഇമാമത്ത് എന്നുള്ളത് അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു ബഹുമാനമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ആദ്യമായി ഈ ഇമാമത്ത്, ഈ ഖിലാഫത്ത് ലഭിക്കേണ്ടത് അലി ബിൻ അബി ത്വാലിബ് തങ്ങൾക്കാണ്. അലി ബിൻ അബി ത്വാലിബ് തങ്ങൾക്ക് ശേഷം ഇത് ലഭിക്കേണ്ടത് അവിടുത്തെ മകൻ ഹസൻ ബിൻ അലി തങ്ങൾക്ക്, പിന്നീട് ഹുസൈൻ ബിൻ അലി തങ്ങൾക്ക്, 4-മതായിട്ട് മുഹമ്മദ് ബിൻ ഹസൻ തങ്ങൾ. അങ്ങനെ അവരുടെ സന്താന പരമ്പര അങ്ങനെ പോകും. ജാഫർ സ്വാദിഖ് തങ്ങള്, ഉമറുൽ ഖാദിം തങ്ങള്, അങ്ങനെ 12 പേര് മാത്രം. 12 അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട 12 അഹ്ലു ബൈത്തിൽപ്പെട്ട ആ പരമ്പരക്ക് മാത്രമാണ് ഇമാമത്ത് അർഹതപ്പെടുക, അവകാശമുള്ളൂ, അർഹതയുള്ളൂ. അതിൽ 12-മത്തെ ഇമാം അലി ഇബ്നു ഹസൻ തങ്ങൾ, അലി ബിൻ ഹസൻ അല്ലെങ്കിൽ ഹസൻ ബിൻ അലി, ഹസൻ ബിൻ അലി, ഇതാണ് 12-മത്തെ ഇമാം. ഈ 12-മത്തെ ഇമാം അതോടുകൂടി അല്ലാഹു തആല പ്രത്യേകം ഈ ഭൂമിയിൽ ഖിലാഫത്ത് നൽകപ്പെട്ടവർ അവസാനിച്ചു. അപ്പൊ ഇനിയില്ലേ? ഉണ്ട്. ഈ 12-മത്തവർ അവര് മരിച്ചിട്ടില്ല. അവരിന്നും എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്, ജീവിച്ചിരിക്കുകയാണ്, ഒളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 12-മത്തെ ആൾക്ക് ഗായിബ് എന്നും അവർ പേര് വെക്കുന്നുണ്ട്. ഗായിബ്, മറഞ്ഞു കിടക്കുന്ന ആള്. ഈ ഗായിബിന് ഹാദിറാകും എപ്പോ? അവസാന കാലത്ത്. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളാണ് ഇമാം മഹദി. അന്ത്യനാളിനോടനുബന്ധിച്ച് ഇമാം മഹദി തങ്ങൾ വരും എന്നുള്ളത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. പക്ഷേ ആരല്ല അത്? ഈ പറഞ്ഞ
ഹസൻ ബിൻ അലി തങ്ങൾ അല്ല. മഹാനവറുകൾ വഫാത്തായി പോയിട്ടുണ്ട്. പക്ഷേ ഹസൻ ബിൻ അലി തങ്ങൾ വഫാത്തായിട്ടില്ല എന്നും ഇപ്പോൾ ലോകത്ത് എവിടെയോ മറഞ്ഞു കിടക്കുകയാണെന്നും അന്ത്യനാളിൽ വരാൻ പോകുന്ന ഇമാം മഹദി അവരാണെന്നും പറഞ്ഞുകൊണ്ട് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ ഇമാമത്ത് വാദം. പക്ഷെ ഈ ഇമാമത്ത് വാദത്തിന്റെ പേരിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം ഒന്നുകൂടി പറയാം. രണ്ടാമത്തേതാണ് ഇസ്മത്ത് എന്നുള്ളത്. അതായത് ഈ 12 പേരും മഅസൂമുകളാണ്. ഈ 12 പേരും പാപസുരക്ഷിതരാണ്. അവരിൽ നിന്ന് ചെറുതോ വലുതോ ഒരു ദോഷങ്ങളും സംഭവിക്കുകയില്ല എന്ന് നമുക്കറിയാം. അംബിയാ മുർസലുകൾ, നബിമാരെല്ലാവരും മഅസൂമുകളാണ്. കാരണം അവര് വഹി, അള്ളാഹുവിൽ നിന്നുള്ള വഹിയെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പൂർണമായ സുരക്ഷിതത്വം ആവശ്യമാണ്. അവരിന് തെറ്റ് സംഭവിക്കുമെങ്കിൽ അവര് പ്രബോധനം ചെയ്യുന്ന ഇസ്ലാമിക ആശയങ്ങൾക്ക് എന്ത് ഭദ്രതയാണുള്ളത്? അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായും അഖിലൻ വശറഅൻ അംബിയാ മുർസലുകളിൽ നിന്ന് ചെറുതോ വലുതോ ആയ ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ അതേ ബഹുമതി ഈ 12 അയിമ്മത്തുകൾക്കും ഉണ്ട് എന്നാണ് ഷിയാ വിശ്വാസം. ഈ 12 ഇമാമുകൾക്കും അവരും മഅസൂമുകളാണ്. അവരുടെ വാക്കുകൾക്കും, അവിടെയാണ് അതിന്റെ ഗൗരവം. അതവരെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ 12 അയിമ്മത്തുകളുടെയും വാക്കുകൾക്ക് നബിയുടെ വാക്കിന്റെ അതേ സ്ഥാനമുണ്ട്. ഇവർ പറഞ്ഞാൽ അത് നബിയുടെ വാക്കിന് തത്തുല്യമാണ്. അലി അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹസൻ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ, ജാഫർ സ്വാദിഖ് തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് നബിയുടെ വാക്കിന് തുല്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 12 പേരും അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, വലിയ ബഹുമാനമുള്ളവരാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നും അവർ വലിയ ആദരവോടുകൂടെ കാണുന്നവരുമാണ്. അത് സംശയമില്ല. ഇവർ മോശക്കാരെയല്ല. പക്ഷെ ഇവരുടെ പേരും പറഞ്ഞുകൂടെ. അതുപോലെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിനെ യേശു ക്രിസ്തുവായി ദൈവപുത്രനായി അവതരിപ്പിക്കുന്നത് പോലെ ഈ പറയപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട 12 മഹാന്മാരെ അവരുടെ ഇമാമിയങ്ങളായി, മഅസൂമിയങ്ങളായി അവർ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുക, ഈ വാദം കൊണ്ടുണ്ടാവുന്ന അപകടം എന്താണ്? അലി ബിൻ അബി ത്വാലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യ എന്ന് പറഞ്ഞവർ അവസാനിപ്പിക്കുന്നില്ല. അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഇസ്ലാമിനെ തകർക്കലാണല്ലോ. അതിനെ തുടർത്തി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഖിലാഫത്ത്, ഇസ്ലാമിന്റെ ഭരണം അത് നടപ്പിലാക്കേണ്ടിയിരുന്നത് അലി ബിൻ അബി ത്വാലിബ് തങ്ങളാണ്. ആ ഭരണം ആര് പിടിച്ചെടുത്തു? ഒന്നാമതായിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ ഭരണം പിടിച്ചെടുത്തു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ ഏറ്റവും വലിയ തെറ്റുകാരനാണ്. അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചവർക്ക് അധികാരം നൽകാതെ ആ അധികാരത്തിന് വേണ്ടി അധികാര കസേരയിൽ ഇരുന്നവരാണ് സിദ്ദീഖ് തങ്ങൾ. രണ്ടാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും മഹാപാപിയാണ്. കാരണം സിദ്ദീഖ് തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, 2ാം സ്ഥാനവും കൊടുത്തില്ല. ഉസ്മാൻ തങ്ങളും അങ്ങനെ തന്നെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ആ കാറ്റഗറിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ ഒരു വിഭാഗം ഈ പറഞ്ഞ സ്വഹാബത്ത് കാഫിറാണെന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഈ സ്വഹാബത്ത് സിദ്ദീഖ് തങ്ങളടക്കം, ഉമർ തങ്ങളടക്കം, ഉസ്മാൻ തങ്ങളടക്കമുള്ളവർ പാപികളാണ് എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവർ വിശ്വസിക്കുന്നു. അതിനപ്പുറത്ത് കാഫിർ എന്നിവരെ വിശ്വസിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ട്. അപ്പൊ സ്വഹാബത്തിനെ ചീത്ത പറയുക, ഇതാണ് ഏത് പിഴച്ച കക്ഷികളുടെയും ഏറ്റവും വലിയ അടയാളമായി നമുക്ക് കാണാൻ പറ്റുക. സ്വഹാബത്തിനെ അവർ ചീത്ത പറയും. അത് വഹാബികളാണെങ്കിലും ജമാഅത്താണെങ്കിലും തബ്ലീഗാണെങ്കിലും അവരൊക്കെ പോയി ചെന്നെത്തുക സ്വഹാബത്തിനെ ചീത്ത പറയും. അല്ലെ, നമ്മൾ ചിലപ്പോ തറാവീഹിന്റെ വിഷയത്തിലൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അത് ഉമറാരാ? ഉമറിന്റെ കാലത്ത് നടന്നതിന് തെളിവാണോ എന്നൊക്കെ ചോദിക്കും. അല്ലെ, അപ്പൊ സ്വഹാബത്തിനെ ചീത്ത പറയുക. വെള്ളിയാഴ്ച 2 ഖുതുബ നടപ്പിലാക്കിയത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളാണ്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഉസ്മാൻ തങ്ങളല്ല.
ഇങ്ങനെ സ്വഹാബത്തിനെ തരം താഴ്ത്തുക, അവരെ ചീത്ത പറയുക എന്നുള്ളത് പൊതുവേ മുബത്തദികളുടെ ഐഡന്റിറ്റിയാണ്. ഇവിടെ സിദ്ദീഖ് തങ്ങളെ കാഫിറാക്കാൻ, സിദ്ദീഖ് തങ്ങളെ പാപിയാക്കാൻ, ഉമർ തങ്ങളെ പാപിയാക്കാൻ, ദോഷിയാക്കാൻ അവർക്ക് ലഭിച്ച അവസരമായിരുന്നു. അവരതിന് അവസരം ഉണ്ടാക്കിയതാണ് ഈ ഇമാമത്ത് വാദത്തിലൂടെ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണ് ഈ സ്വഹാബത്തൊക്കെ അല്ലെ? ഈ സ്വഹാബികളൊക്കെ ആരാണ്? സിദ്ദീഖ് തങ്ങളെ എങ്ങനെയാ തൊടാൻ കഴിയുക? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഫ്ദലുൽ ബശരി ബഅദൻ നബിയ്യി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ അഖീദയുടെ ഭാഗം തന്നെ അല്ലേ? ശറഹുൽ ഖായിദിലൊക്കെ ഉമർ നസഫി തങ്ങളുടെ മത്നന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നെ ഏറ്റവും അഫ്ദലുൽ ബശർ അതാരാണ്? സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങളുടെ മഹത്വം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നബി തങ്ങളുടെ കൂടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും കൂടെ നിന്ന സ്വഹാബി. ഇസ്ലാമിന് വേണ്ടി എന്താ കൊടുക്കാത്തതുള്ളത്? ശരീരം മാത്രം, ഉള്ള സമ്പത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച മഹാൻ അല്ലെ? ഇബ്നു ഉമർ തങ്ങൾ പറയുന്ന ഒരു സംഭവം ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാണാം. കുന്നാ നുഖയ്യിറു ബൈനൻ നാസ്, ഞങ്ങൾ സ്വഹാബത്തിനിടയിൽ ചിലരെ നമ്മൾ വലിയ മഹത്വപ്പെടുത്തും. وكنا نخير أبا بكر الصديق رضي الله عنه ثم عمر بن الخطاب ثم عثمان بن عفان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും മഹത്വപ്പെടുത്താറുണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയായിരുന്നു, പിന്നെ ഉമർ തങ്ങളെ, പിന്നെ ഉസ്മാൻ തങ്ങളെ. ഇബ്നു ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പൊ നമുക്ക് നബി തങ്ങൾ അറിയുന്നുണ്ട്, നബി തങ്ങൾ നിഷേധിച്ചിട്ടില്ല. നബി തങ്ങളുടെ കൂടെ കിടക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് സ്വഹാബത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും. മുസ്ലിം ലോകത്തിന് എങ്ങനെ അവരെ വിമർശിക്കാൻ കഴിയും? എങ്ങനെ വിമർശിക്കാൻ കഴിയും? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണെങ്കിൽ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇസ്ലാം ആശിച്ചതാ. രണ്ടാമൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം ദുആ ചെയ്തിരുന്നു. അതിന്റെ ഫലമായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാം. ഉമർ റളിയല്ലാഹു മുസ്ലിമായതിനു ശേഷം അല്ലേ ഇസ്ലാമിന് ആ ഒരു അല്ലേ ആ ശക്തി ലഭിച്ചത്. മുത്തനബി തന്നെ പറഞ്ഞു, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ, ഇനിയൊരു നബി വരാനുണ്ടെങ്കിൽ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നബിയായിരുന്നു. പക്ഷേ ലാ നബിയ്യ ബഅദി, ഇനി എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. നബി വരുമായിരുന്നുവെങ്കിൽ അത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലേ? ഉമർ റളിയല്ലാഹു ചരിത്രം കേൾക്കുമ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ. ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ റളിയല്ലാഹു തആല. അല്ലാഹു തആല ഉമർ തങ്ങളുടെ നാവിലൂടെ അല്ലാഹു തആല പല ഹഖ്ഖും ഇവിടെ വെളിവാക്കിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് സംഭവങ്ങൾ കാണാം. പല ശരീഅത്തിന്റെ നിയമങ്ങളിൽ വരെയും നിലവിൽ വന്നത് ഉമർ റളിയല്ലാഹുവിന്റെ ഇടപെടൽ കൊണ്ടാണ്. നല്ല രസകരമായ ഇടപെടലുകൾ പലതും കാണും. ഒരു തവണ ഒരു മുനാഫിഖ് വലിയ നേതാവാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. ആ മനുഷ്യൻ മരിച്ചപ്പോ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു തടഞ്ഞപ്പോൾ നബി തങ്ങൾ ഒന്ന് ചിരിച്ചു. അങ്ങനെ തടയേണ്ടത് എന്താണെന്നായിരിക്കും? ആള് കടുത്ത മുനാഫിഖ്. പക്ഷേ അപ്പോഴാണ് ആയത്ത് വരുന്നത്, സൂറത്ത് തൗബയിലെ ആയത്ത്, ലാ തഖും അങ്ങനെ ലാ തഖും അലാ ഖബ്രിഹി. അത് അവരെ ഖബറിന് സമീപത്ത് നിൽക്കണ്ട, അവർ സിയാറത്ത് ചെയ്യണ്ട, അങ്ങനെ ലാ തുസ്വല്ലി. അങ്ങനെ ആയത്ത് എങ്ങനെയാണ്? ലാ തുസ്വല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. ആണോ ഹാഫിദ്? നിങ്ങൾ കുറെ ആളുകളുണ്ടല്ലോ. എങ്ങനെ അവരിൽ നിന്ന്
ഒരാൾക്കും നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി നിസ്കരിക്കരുത്, അവർക്ക് വേണ്ടി നബിയെ തങ്ങൾ നിസ്കരിക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതുപോലെ നിയമം വന്നു. ഒരുപാട് സംഭവങ്ങൾ അതുപോലെ കാണാം, ഒരുപാട് സംഭവങ്ങൾ. തവാഫിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ നിസ്കാരം ഉമർ തങ്ങളുടെ ആഗ്രഹപ്രകാരം ആണ്. അങ്ങനെ നിസ്കരിക്കല്ലോ എന്ന് തങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ആയത്ത് വന്നു. നിരവധി സംഭവങ്ങൾ അങ്ങനെ കാണാം. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുകയാണ്. ചുരുക്കത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സ്ഥാനം ഇസ്ലാമിൽ ഒരിക്കലും ചെറുതല്ല. വലിയ സ്ഥാനം, വലിയ മഹത്വമുള്ളവരാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഉസ്മാൻ തങ്ങളാണെങ്കിൽ ഒരു ചില്ലറക്കാരാ, ഉസ്മാൻ തങ്ങളും ചില്ലറക്കാരാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മക്കൾ റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും രണ്ട് മക്കളെയും നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തത് ഉസ്മാൻ തങ്ങൾക്കാണ്. ഈ രണ്ട് മഹദി നബി തങ്ങളുടെ കാലത്ത് തന്നെ വഫാത്തായിട്ടുണ്ട്. വഫാത്തായപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഇനി എനിക്ക് മൂന്നാമതൊരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞാൻ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമായിരുന്നു? ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കായിരുന്നു. അപ്പൊ അത്രയും നബി തങ്ങളുടെ സ്ഥാനവും മഹത്വവുമുള്ള ഈ സ്വഹാബത്തിന് അവരെ ചീത്ത പറയാൻ വേണ്ടി, അവരെ കാഫിറാക്കാൻ വേണ്ടി ഇവർ മെനഞ്ഞെടുത്ത തന്ത്രമായിരുന്നു അലി ബിൻ അബി ത്വാലിബ് തങ്ങളെ അതിശ്രേഷ്ഠനാക്കുക, ഇവരെ തരം താഴ്ത്തുക എന്നുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി അവർ മെനഞ്ഞെടുത്ത രണ്ട് ആശയങ്ങളാണ്. ഒന്ന് ഇമാമത്വവാദം, രണ്ടാമത്തേത് ഉസ്മത്ത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും, മാത്രമല്ല അവർക്ക് ഒരു വാദം കൂടിയുണ്ട്. ഈ ഇമാമത്ത് ഈമാൻ സ്വഹീഹാവണമെങ്കിൽ നമ്മൾ ഈമാൻ കാര്യങ്ങൾ അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഇത് മാത്രം വിശ്വസിച്ചാൽ മുഅ്മിനാവുകയില്ല. എന്തുകൂടെ വിശ്വസിക്കണം? അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ അല്ലാഹുവിന്റെ വലിയാണെന്ന് കൂടെ വിശ്വസിക്കണം. ഈമാൻ സ്വഹീഹാവാൻ അതും ആവശ്യമാണ്. ഇതാണ് അവർ മറ്റുള്ളത്. അപ്പൊ അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ ഇമാമത്ത്, അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ വിലായത്ത് വിശ്വസിക്കാത്തവൻ മുഅ്മിനല്ല, യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്നും അവർക്ക് വാദമുണ്ട്. ഈ വാദത്തിന്റെ പേരിൽ അവർ വേറെയും പല അപകടങ്ങളിലേക്ക് ചെന്നെത്തേണ്ടി വന്നു. എന്താണത്? അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ വിലായത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് ചോദ്യം വരും. ബാക്കിയുള്ള ഈമാൻ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ വിലായത്ത് അങ്ങനെ ഖുർആനിൽ പരാമർശം ഒന്നും ഇല്ലല്ലോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് അവർ പുതിയൊരു വാദം കൊണ്ടുവരേണ്ടി വരുന്നത്. എന്താ വാദം? അവർ പറയുന്നു, നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധമായ മുസ്ഹഫ് അത് നോ ഒറിജിനൽ, അതിൽ തഹ്രീഫ് നടന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ മുസ്ഹഫ് പകർത്തി എഴുതുമ്പോൾ അതിൽ ചില ആയത്തുകൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഏത് ആയത്ത്? അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ വിലായത്തിനെ പരാമർശിക്കുന്ന ആയത്തുകൾ മുസ്ഹഫിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നവർ വാദിക്കും. കാരണം എന്തും പറയാലോ, എന്തും അവർക്ക് പറയാലോ. ഇനിയുണ്ട് എന്നിട്ട് അവർ പറയും, അപ്പൊ ഒറിജിനൽ മുസ്ഹഫിൽ ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, മുസ്ഹഫിന്റെ ആധികാരികത തന്നെ ലോകത്തെ ഇസ്ലാമിന്റെ ഒരു അവാന്തര വിഭാഗവും ഖുർആനിനെ ചോദ്യം ചെയ്തിട്ടില്ല. മുസ്ലിമുകളായി ലോകത്തറിയപ്പെടുന്ന ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവരൊക്കെയും മുസ്ഹഫ് അംഗീകരിക്കുന്നത്, ഖുർആൻ അംഗീകരിക്കുന്നവർ. അതിന് ഒന്നും ഇല്ല, കുറവില്ല, വെട്ടിച്ചുരുക്കിയിട്ടില്ല, കൂട്ടിച്ചേർത്തിട്ടില്ല എന്ന് അംഗീകരിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ഒരു നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് കന്നഡയാണെങ്കിൽ കന്നഡയിൽ 4 കൂട്ടർക്ക് 4 ബൈബിളായിരിക്കും, ഒന്നും വ്യത്യാസമായിരിക്കും. പക്ഷേ ലോകത്ത് എവിടെയാണെങ്കിലും അറബികൾക്കിടയിലും അനറബികൾക്കിടയിലും ആർക്കിടയിലും മുസ്ഹഫ് ഒന്നു തന്നെ.
അതിൽ വ്യത്യസ്തമായ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഷിയാക്കൾ മാത്രമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഷിയാക്കൾ ഒരു വിഭാഗത്തിൽ മാത്രമാണ് ആ വാദം. ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അതിൽ ഒരു വിഭാഗത്തിന്റെ വാദമാണ് ഖുർആനിൽ തഹരീഫ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവർ പറയും യഥാർത്ഥ ഖുർആൻ ഉണ്ട്, അത് 12ാമത്തെ ഇമാമിന്റെ കയ്യിലുണ്ട്, ഒളിഞ്ഞിരിക്കുകയാണല്ലോ. ആ മുസ്ഹഫുമായിട്ടാണ് അവസാന കാലത്ത് ഇമാം മഹദിയായി അവർ കടന്നു വരിക എന്നും അവർ പറയും. അപ്പൊ അന്ന് നമുക്ക് കാണാം ആ മുസ്ഹഫിലുണ്ടാകും എന്ത് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ അല്ലാഹുവിന്റെ വലിയാണെന്ന് അതിൽ ഉണ്ടാകും അത്രേ. അവരുടെ വാങ്ങി ശ്രദ്ധിച്ചാൽ യൂട്യൂബിലൊക്കെ നോക്കി അവരുടെ വാങ്ങി കേൾക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നതോടൊപ്പം അവര് അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് എന്ന് കൂടെ അവരെ വാങ്ങിൽ കേൾക്കാം. അത് കേൾക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, അതിനേക്കാളും വലിയ അപകടം പിടിച്ച വേറൊരു വാദം അബ്ദുല്ലാഹി ഇബ്നു സബഈ പറഞ്ഞിരുന്നു. എന്ത്? യഥാർത്ഥത്തിൽ നുബുവത്ത് അല്ലാഹു തആല ഉദ്ദേശിച്ചത് അലി ഇബ്നു അബീ താലിബിൽക്കാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചപ്പോ ആള് മാറിപ്പോയതാ. അപ്പൊ ഒരു ശുഭത്തിന്റെ നുബുവത്താണ് നബിയുടെ നുബുവത്ത്. കിട്ടിയപ്പോൾ പിന്നെ നബിയായി, ആള് മാറി കിട്ടിപ്പോയി. അപ്പൊ ഇനി പിന്നെ ഏതായാലും അങ്ങനെ പോട്ടെ. അങ്ങനെ എന്തൊരു കഷ്ടാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞ അപ്പൊ തഹരീഫുൽ ഖുർആൻ എന്ന വാദത്തിലേക്ക് അവർ പോകേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. ഇനി അവരോടുള്ള വലിയൊരു മറ്റൊരു അവർക്കെതിരെയുള്ള ആക്ഷേപം അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത് അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ സിദ്ദീഖ് തങ്ങൾ ഭരണം നടത്തുമ്പോൾ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല? സിദ്ദീഖ് തങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോൾ അലി തങ്ങൾ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, കൂടെ നിന്നു. അല്ല, ചരിത്രം എങ്ങനെയാണല്ലോ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഭരിക്കുമ്പോൾ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കൂടെ നിന്നു. ഉസ്മാൻ തങ്ങൾക്ക് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുത്തു. നല്ല രസമാണല്ലോ. ഏത്? തനിക്ക് കിട്ടേണ്ടുന്ന ഖിലാഫത്ത് നഷ്ടപ്പെടുത്തിയ സിദ്ദീഖ് തങ്ങളുടെ കൂടെ നിന്നു, ഉമർ തങ്ങളുടെ കൂടെ നിന്നു, ഉസ്മാൻ തങ്ങൾക്ക് മകളെ അടക്കം വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് അലി തങ്ങളുടെ കാര്യം? ഇതെന്നെ ചിന്തിച്ചാൽ പോരെ. ചെറിയൊരു ബുദ്ധിയുള്ളവർക്ക് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ സ്വാഭാവികമായിട്ട് തനിക്ക് കിട്ടേണ്ടുന്ന അധികാരം അവർ കവർന്നെടുത്തതാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് നിൽക്കും? ഒരിക്കലും ഇല്ല. സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല, അങ്ങനത്തെ ഭരണാധിക്ക് തന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്നവരോട് ചോദിച്ചാൽ അതിനുള്ളവരുടെ മറുപടിയാണ് തഖിയ്യത്ത് വാദം. തഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ തഖിയ്യത്ത് സ്വീകരിക്കുന്നവരാണ് എന്നവർ പറയും. എന്തേ തഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ? തഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ സത്യം മറച്ചു വെക്കുക, എന്തെങ്കിലും ചില ഗുണങ്ങൾക്കൊക്കെ വേണ്ടി സത്യം മറച്ചു വെക്കുക എന്നുള്ളത്. സത്യം മറച്ചു വെക്കുക, തനിക്ക് ബോധ്യപ്പെട്ട സത്യം മറച്ചു വെക്കുക എന്നുള്ളത്. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് തഖിയ്യത്തായിരുന്നു എന്നവർ പറയും. എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്കറിയാം ഞാനാണ് ഖലീഫയാവേണ്ടത്. പിന്നെ ഇവിടെ ഒരു പ്രശ്നമൊന്നും വേണ്ട, സിദ്ദീഖ് തങ്ങൾ ഏതായാലും എല്ലാവരും കൂടി ഖലീഫ ആക്കുകയാണ്, എല്ലാവരും കൂടി അല്ല, നബി തങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നവരെയാണ് ഖലീഫയായി നിശ്ചയിക്കേണ്ടത് എന്ന് വ്യക്തമായൊരു പരാമർശമില്ല. പക്ഷെ അതിലേക്ക് സൂചന നബി തങ്ങളുടെ പല പ്രവർത്തനങ്ങളിലും സിദ്ദീഖ് തങ്ങൾക്കൊരു മുൻഗണന പല ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ അവസാന സമയത്തും പ്രത്യേകം പ്രകടമായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഏതായാലും അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നത് ഇവിടെ ഒരു ഫിത്ന വേണ്ട, ഫസാദ് വേണ്ട എന്ന് കരുതിയിട്ടാണ്. എന്തൊരു തൊലിക്കട്ടിയാണ് അല്ലെ, എന്തൊരു തൊലിക്കട്ടിയാണ്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു, ഇവിടെ ഇവർ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ ഉഷാറാക്കുകയാണോ അല്ല തരംതാഴ്ത്തുകയാണോ? ഇവിടെ എന്താ യഥാർത്ഥം സംഭവിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ചു, ആരാണ് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ? നബി തങ്ങൾ നിങ്ങളാണ് എനിക്ക് ശേഷം ഖലീഫയാവേണ്ടത്, ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടതെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി തങ്ങളുടെ വാക്ക് പാലിക്കാൻ വേണ്ടി ഉറപ്പല്ലേ അതിന് യുദ്ധം ചെയ്യണമെന്ന്? യുദ്ധം ചെയ്യൂലേ? ഭരണം കിട്ടാനൊന്നുമല്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ കാര്യമല്ലേ, അതിവിടെ നടപ്പിലാക്കണ്ടേ?
സ്വഹാബത്തെ സപ്പോർട്ട് ചെയ്തിരിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ അവർ അതിമനുഷ്യനാക്കി അതിശ്രേഷ്ഠനാക്കി ഇസ്മത്ത് വരെ അവർ വാദിക്കുന്നു അല്ലെ, മാസവുമാണ്. ചെറുദോഷം വരെ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ സംഭവിക്കൂല എന്ന് പറയുന്ന അങ്ങനത്തെ അലി ബിൻ അബീ ത്വാലിബ് തങ്ങള് സിദ്ദീഖ് തങ്ങള് ഭരണം കവർന്നെടുത്തപ്പോ, ഉമർ തങ്ങൾ ഭരണം കവർന്നെടുത്തപ്പോ, ഉസ്മാൻ തങ്ങൾ ഭരണം കവർന്നെടുത്തപ്പോ അതിനെതിരെ ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അത്രയും ഭീരുവായിരുന്നു എന്നല്ല അവർ പറഞ്ഞതിനർത്ഥം. അത്രയും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു എന്നതിനർത്ഥം. അലി ബിൻ അബീ ത്വാലിബ് തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുമോ? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എന്തായിരുന്നു അലി ബിൻ അബീ ത്വാലിബിന്റെ ധൈര്യവും അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽമദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഇൽമിന്റെ വിഷയത്തിലുണ്ടോ കുറവ്? ധീരതയുടെ വിഷയത്തിലുണ്ടോ കുറവ്? ഖൈബറിന്റെ കവാടം, ഖൈബർ യുദ്ധത്തിൽ ഖൈബറിന്റെ കവാടം അത് നീക്കാൻ 7 ആളുകൾ മെനക്കെട്ടപ്പായിട്ടില്ല. അത് അലി ബിൻ അബീ ത്വാലിബ് സ്വന്തം ഒറ്റക്ക് പോയി അതങ്ങ് എടുത്തു മാറ്റുന്ന ചരിത്രം പറയുന്നു. അപ്പൊ അവരുടെ ധൈര്യം, അവരുടെ കഴിവും എത്രയാണ്! അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത ദണ്ഡയുദ്ധത്തിൽ മഹാനബറുകളുടെ കഴിവാണ്. കാരണം ഓരോരുത്തരായിട്ട് ഏറ്റുമുട്ടാനുള്ള കഴിവ്, ഓരോരുത്തരെ വന്നു അങ്ങനെ കൂട്ടത്തിൽ പിറങ്ങലല്ല അല്ലെ. ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല, ആദ്യം നടക്കുന്ന ദണ്ഡയുദ്ധമാണ് 3 പേരുമായിട്ട്. അതിലൊന്നിറങ്ങിയത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അലി ബിൻ അബീ ത്വാലിബ് തങ്ങളാണ്. അപ്പൊ അത്രയും യുദ്ധത്തിലൊക്കെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന അതിധൈര്യശാലിയായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വിശ്വസിച്ചതിന് നബിക്ക് റിപ്പോർട്ട് കിട്ടി 2ാമത്തെ ദിവസം വിശ്വസിച്ചിട്ടുള്ള വയസ്സ് 10 വയസ്സ്. നബി തങ്ങളെ ഏറ്റവും അരുമ മകളായ ബിബി ഫാത്തിമ ബിബി വിവാഹം ചെയ്തു കൊടുത്തിട്ടുമുണ്ട് അലി ബിൻ അബീ ത്വാലിബ്. അത്രയും വലിയ മഹത്വമുള്ള ഖുറൈശി തറവാട്ടുകാരനായ, അവർക്കുണ്ടല്ലോ ബഹുമാൻ, ഖുറൈശി തറവാട്ടുകാരനായ ഹാഷിമി വംശത്തിൽപ്പെട്ടവരാണ് അല്ലെ. ഖുറൈശി തറവാട്ടിൽ ഹാഷിമി വംശത്തിന് വലിയ പവറുണ്ട്. നബി തങ്ങളുടെ വംശം, നബി തങ്ങളുടെ ഉപ്പാന്റെ ഉപ്പയാണ്. അങ്ങനത്തെ അലി ബിൻ അബീ ത്വാലിബ് തങ്ങള് സത്യം മറച്ചു വെച്ചു എന്നതിൽ പറഞ്ഞതിനർത്ഥം നബി തങ്ങളുടെ വസിയത്ത് നടപ്പിലാക്കാൻ ആ വസിയത്ത് മറച്ചു വെച്ചു, മൂടിവെച്ചു, അതിനെതിരെ ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ ആരെയാണ് ഇവർ തരം താഴ്ത്തുന്നത്? ഒരേ സമയത്ത് സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളൊക്കെ പേജാരുമ്പോ, അവരെ കുറ്റവാളികളാക്കുമ്പോ പറയാതെ അലി ബിൻ അബീ ത്വാലിബ് തങ്ങളെയും അവർ കുറ്റവാളികളാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിനവർ മെനഞ്ഞുണ്ടാക്കിയതാണ് തഖിയ്യത്ത് വാദം. അത് തഖിയ്യത്ത് സ്വീകരിച്ചുകൊണ്ട് ഫിത്ന വേണ്ട, പ്രശ്നം വേണ്ട എന്ന നിലക്ക് അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് കളവ് വരുന്നതിന് കുഴപ്പമില്ല എന്നാണ് ആരെ വാദം? ഷിയാക്കളെ വാദം. ലോകത്തെ ഏറ്റവും സൂക്ഷിക്കേണ്ട വിഭാഗമാണ് ഷിയാക്കൾ. എന്തുകൊണ്ട്? കാരണം സത്യം മറച്ചു വെച്ചാൽ അതിൽ മറ്റു വല്ല ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ കളവ് പറയുന്നത് തെറ്റല്ല എന്നല്ല, കളവ് പറയണമെന്ന് വാദിക്കുന്നവരാണ് ഷിയാക്കൾ. അതിനവർക്ക് തെളിവ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവർ തഖിയ്യത്ത് സ്വീകരിക്കുന്നവരാണ് എന്നവർ പറയും. എത്ര അപകടം പിടിച്ച വാദാണ്! വിശുദ്ധ ദീനുൽ ഇസ്ലാം അങ്ങേയറ്റം ഒരളവ് കൊടുക്കുന്നുണ്ട്. സ്വന്തം നഫ്സിന് ഭയം ഉണ്ടെങ്കിൽ മാത്രം ഈമാൻ മറച്ചു വെക്കുന്നതിനൊരളവ് ഉണ്ട് അല്ലെ. യാസർ കുടുംബത്തിന്റെ ചരിത്രത്തിൽ നമ്മളത് പടം പഠിച്ചിട്ടുണ്ടാവുന്നത്. മുസ്ലിമായതിന്റെ പേരിൽ യാസർ കുടുംബത്തെ ശത്രുക്കൾ നിഷ്ഠൂരമായി ആക്രമിച്ചപ്പോൾ മഹാനായ യാസർ തങ്ങളെയും അവിടുത്തെ ഭാര്യ സുമയ്യ ബീവിയെയും അവർ നിഷ്ഠൂരമായി കൊല്ലുകളഞ്ഞു. അക്കൂട്ടത്തിൽ അമ്മാർ തങ്ങളെ അതിശക്തമായി ആക്രമിച്ചപ്പോ അറിയാതെ ഉരുവിട്ടുപോയി കുഫ്രിയത്തിന്റെ വാദം, ഞാൻ മുസ്ലിം അല്ല എന്ന് എന്തോ പറഞ്ഞുപോയി. ആകെ പേടിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് ഓടി വന്ന് നബിയെ, ഞാൻ കുഫ്രിയത്തിന്റെ വാക്ക് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റാതെ എന്നെ കൊല്ലുമെന്നിടത്തേക്ക് എത്തിയപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്, എന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ അപ്പോഴായത്തിറങ്ങുന്നത് ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ സംഭവിച്ചു പോയതല്ലേ, സാരല്ല. ഇതിനപ്പുറത്ത് എന്ത് ഗുണത്തിനു വേണ്ടിയും
സത്യം മറച്ചു വെക്കാം എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന വസ്തുതയെ അല്ല. ഇതാണ് അവരുടെ മറ്റൊന്ന് തഖിയ്യത്ത്. ഇനിയൊരു റുജ്അത്ത് അല്ലേ, മടങ്ങി വരും. അതായത് ഈസാ നബി അലൈഹി സ്വലാം അവസാന കാലഘട്ടം ഇറങ്ങി വരുമെങ്കിൽ ബിൽ ഔല അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്ത് മടങ്ങി വരും. കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലേ, നല്ല മധുരമുള്ള വാക്കുകളൊക്കെ തന്നെ. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും അവസാന കാലത്ത് മടങ്ങി വരും. ഇങ്ങനെയും ഒരു വാദം ഓർക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും പൊരുത്തപ്പെടാൻ പറ്റാത്ത ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരാണ്. അതിന്റെ പേരിൽ സ്വഹാബത്തിനെ ചീത്ത പറയുന്നവരാണ്. ആത്യന്തികമായ അവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കൽ മാത്രമാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ പൂർവിക ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇസ്ലാമിൽ തന്നെ മുസ്ലിമുകളുടെ പേരിൽ തന്നെ ഉടലെടുത്തതായിട്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു വിഭാഗം എന്ന് തന്നെ ഈ വിഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ പല രാജ്യങ്ങളിലും ശക്തമായി തന്നെ വരുന്നുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഇറാൻ, അവിടെ ഭരണം നടത്തുന്നത് തന്നെ ഷിയാക്കളാണ്. ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനിലുണ്ട്, ഇന്ത്യയിൽ തന്നെ നോർത്ത് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഷിയാക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കുറിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടറിവ്. ഏതായാലും പരിശുദ്ധമായ ദീൻ അത് എക്കാലത്തും അതിന്റെ പ്രൗഢിയോടുകൂടെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ അതിന്റെ ഹഖ് പോലെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.